നമസ്കാരം. ശ്രീ മൂത്തേടത്ത് സുരേഷ് ബാബു എഴുതിയ സ്വർണ്ണലത സംഗീത ജീവിതം എന്ന പുസ്തകത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അതുല്യ ഗായികയായ സ്വർണ്ണലതയുടെ സംഗീത ജീവിതത്തിൻ്റെ ഒരു സമഗ്ര ചിത്രമാണ് ശ്രീ സുരേഷ് ബാബു ഈ പുസ്തകത്തിലൂടെ അവതരിപ്പിക്കുന്നത്. മലയാളിയാണെങ്കിലും മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് ജേതാവാണെങ്കിലും സ്വർണ്ണലത എന്ന ഗായിക മലയാളികൾക്ക് അത്ര സുപരിചിതയല്ല. ശ്രീ ഇളയരാജയും AR റഹ്മാനും ഈണമിട്ട് സ്വർണ്ണലത പാടിയ എത്രയോ തമിഴ് ഹിറ്റ് ഗാനങ്ങൾ മലയാളികൾ ഒന്നടങ്ക് പേറ്റുപാടിയിട്ടുണ്ടെങ്കിലും സ്വർണ്ണലത എന്ന ഗായികയെ മലയാള സിനിമാ ലോകവും മലയാളികളും ഏറ്റെടുക്കുകയുണ്ടായില്ല. അതുകൊണ്ട് തന്നെ സ്വർണ്ണലത വളരെ കുറച്ച് ഗാനങ്ങൾ മാത്രമേ മലയാള സിനിമയ്ക്ക് വേണ്ടി പാടിയിട്ടുള്ളൂ. പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിൽ ജനിച്ചു വളർന്ന സ്വർണ്ണലത തൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത് കർണാടകയിലെ ഷിമോഗയിലാണ്. തുടർന്ന് സിനിമയിൽ പാടുന്നതിന് വേണ്ടി മദ്രാസിൽ എത്തിച്ചേർന്ന സ്വർണ്ണലത തൻ്റെ 14-ാമത്തെ വയസ്സിലാണ് ശ്രീ MS വിശ്വനാഥൻ്റെ സംഗീത സംവിധാനത്തിൽ സിനിമയ്ക്ക് വേണ്ടി ആദ്യ ഗാനം പാടുന്നത്. തുടർന്ന് 2 പതിറ്റാണ്ട് നീണ്ടുനിന്ന തൻ്റെ സംഗീത ജീവിതത്തിനിടയിൽ തമിഴ്, കന്നഡ, മലയാളം, തെലുങ്ക്, ബംഗാളി, ഹിന്ദി തുടങ്ങി ഒട്ടനവധി ഭാഷകളിലായി ഏകദേശം 7000-ത്തിലധികം ഗാനങ്ങൾ പാടുകയുണ്ടായി. സിനിമാ സംഗീത രംഗത്ത് തിളങ്ങി നിന്നിരുന്ന ആ അവസരത്തിലായിരുന്നു തൻ്റെ 37-ാമത്തെ വയസ്സിൽ ശ്വാസകോശ സംബന്ധമായ രോഗത്തെ തുടർന്ന് അകാലത്തിൽ സ്വർണ്ണലത ഈ ലോകത്തോട് വിട പറയുന്നത്. ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ തന്നെ സിനിമാ സംഗീത രംഗത്ത് തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സ്വർണ്ണലതയ്ക്ക് കഴിഞ്ഞിരുന്നു. അതുല്യ ഗായികയായിരുന്നിട്ട് കൂടി മലയാള സിനിമാ ലോകം സ്വർണ്ണലതയെ അംഗീകരിക്കുകയോ കാര്യമായ അവസരങ്ങൾ നൽകുകയോ ഉണ്ടായില്ല. ഒരു തരത്തിൽ അവഗണിക്കുക കൂടി ചെയ്തു എന്ന് പറയുന്നതാവും ശരി. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ശ്രീ സുരേഷ് ബാബുവിൻ്റെ ഈ പുസ്തകം പ്രസക്തമാകുന്നത്. മലയാളം അവഗണിച്ച ആ അതുല്യ ഗായികയ്ക്കുള്ള ഒരു സ്നേഹാദരമാണ് ഈ പുസ്തകം എന്ന് പറയാം. അതുകൊണ്ട് എല്ലാവരും ഈ പുസ്തകം വാങ്ങി വായിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നും അഭ്യർത്ഥിക്കുന്നു.